വെൽക്കം ടു NCERT +1 and +2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ തെർമോഡൈനാമിക് പ്രോസസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ സമ്മറിയുടെ 7th-ഉം 8th-ഉം പോയിന്റ് ആയിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത്. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്താന്ന് പറഞ്ഞു. ഇറ്റ് ഇസ് എൻ ഇൻഫിനിറ്റ്ലി സ്ലോ പ്രോസസ് ഇസ് ദാറ്റ് സിസ്റ്റം റിമെയിൻസ് ഇൻ തെർമൽ ആൻഡ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ്സ് സറൗണ്ടിങ്സ് throughout. In quasi-static process, pressure and temperature of the environment can differ from those of the system only infinitely. And in an isothermal expansion of an ideal gas from volume V1 to V2 at temperature T, the heat absorbed equals the work done by the gas, each given by Q is equal to W here, and that is given by mu RT ln V2 by V1. ഇത് നമ്മൾ ഡെറൈവ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം നമ്മൾ പറഞ്ഞു ഐസോതെർമൽ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിൽ, ഈ ഐസോതെർമൽ ആയിട്ടുള്ള ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് ആയിട്ടുള്ള ഐസോതെർമൽ എക്സ്പാൻഷനിൽ എന്ത് സംഭവിക്കും? ഹീറ്റ് അബ്സോർബ് ചെയ്യാം, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിലീസ് ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാ സമയത്തും എന്താന്ന് വെച്ചാൽ ഗ്യാസ് സെയിം ടെമ്പറേച്ചറിലാണ്, സറൗണ്ടിങ്ങുമായിട്ട് ഒരേ ടെമ്പറേച്ചറിൽ തന്നെ ഗ്യാസ് ഇരിക്കും ആ കേസിൽ. അപ്പൊ നമുക്കറിയാം ഹീറ്റ് എപ്പോഴും എന്താ സംഭവിക്കുന്നത്? എന്താണ് ഹീറ്റ് ട്രാൻസ്ഫറൻസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ഹീറ്റ് ട്രാൻസ്ഫറൻസ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ കേസിൽ ഐസോതെർമൽ എക്സ്പാൻഷന്റെ കേസിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അപ്പം ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോലി ആണ് അത് നടക്കുക, സച്ച് ദാറ്റ് എപ്പോഴും തെർമൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. ഓക്കെ, അങ്ങനെയാണ് ആ പ്രോസസ് അവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളുടെ നെക്സ്റ്റ് ഇനി നമ്മൾ എന്ന് കാണാൻ പോകുന്നത് നെക്സ്റ്റ് വീഡിയോ ആണ്, നെക്സ്റ്റ് സെക്ഷൻ ആണ്, ദാറ്റ് ഇസ് 12.8.3, ദാറ്റ് ഇസ് ദ അഡൈബാറ്റിക് പ്രോസസ്. ഇനി ബാക്കി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ പ്രോസസ്സും ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഐസോതെർമൽ പ്രോസസ്സ് കഴിഞ്ഞ് ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് അഡൈബാറ്റിക് പ്രോസസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം അഡൈബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞ പോലെ എന്താണ്, സിസ്റ്റം സറൗണ്ടിങ്സുമായിട്ട് ഐസൊലേറ്റഡ് ആണ്, സിസ്റ്റത്തിന് സറൗണ്ടിങ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിലീസ് ചെയ്യുന്നില്ല, സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കാനും സാധിക്കില്ല. ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ ഹീറ്റ്, അത് ഹീറ്റ് ട്രാൻസ്ഫറൻസ് ഒന്നും അവിടെ നടക്കുന്നില്ല. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് നമുക്കറിയാം ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അപ്പം ഈ കേസിൽ എന്ത് സംഭവിക്കും? ഈ ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആണ്. ദാറ്റ് ഈസ് 0 is equal to delta u plus delta w. So you can write it like delta w is equal to minus delta u എന്ന് നമുക്ക് ഇവിടെ എഴുതാൻ സാധിക്കുമല്ലോ. അപ്പം എന്ത് സംഭവിക്കുക അവിടെ എന്ന് പറയുന്നത്, ആ ഗ്യാസ് ചെയ്യുന്ന ഹീറ്റ് ട്രാൻസ്ഫറൻസ് ഒന്നുമില്ല. അപ്പം ആ ഗ്യാസ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? അപ്പം ഗ്യാസ് വർക്ക് ചെയ്യുകയാണ് എങ്കിൽ അത് അവിടെ ഒരു എക്സ്പാൻഷൻ സംഭവിക്കും, വോളിയം എക്സ്പാൻഷൻ ആണ് അവിടെ നടക്കുന്നതെങ്കിൽ എന്താണ്, ഇന്റേണൽ എനർജി അവിടെ കുറയും. നേരെ മറിച്ച് ഗ്യാസിലേക്കാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എന്താണ്, ഇന്റേണൽ എനർജി അവിടെ കൂടും. അപ്പം നമുക്കറിയാം ഇന്റേണൽ എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ ഗ്യാസിന്റെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, ആൻഡ് ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ച് ഇപ്പം ഇഫ് യു കൺസിഡറിങ് ഐഡിയൽ ഗ്യാസ്, ഹിയർ വി ആർ കൺസിഡറിങ് ഇഫ് യു കൺസിഡർ ഐഡിയൽ ഗ്യാസിന്റെ നമുക്കറിയാം ഐഡിയൽ ഗ്യാസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസിന്റെ മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷൻ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് മോളിക്യൂൾസ് തമ്മിൽ ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഫോർ എൻ ഐഡിയൽ ഗ്യാസ്. അതുകൊണ്ട് തന്നെ ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ച് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0 ആണ്. ഐഡിയൽ ഗ്യാസിന് ആക്ച്വലി കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. ആൻഡ് കൈനറ്റിക് എനർജി അത് കൊടുക്കുന്നത് ടെമ്പറേച്ചർ അനുസരിച്ചാണ് ആ കൈനറ്റിക് എനർജി മാറുന്നത്. സോ ഫോർ ഐഡിയൽ ഗ്യാസ് ഇന്റേണൽ എനർജി ഇസ് ജസ്റ്റ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. അപ്പം ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്റേണൽ എനർജി കൂടുക മീൻസ് ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഇന്റേണൽ എനർജി കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറയാന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കുന്നത്. സോ യു ഇസ് ജസ്റ്റ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ എലോൺ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ സിസ്റ്റം വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ്, either വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് അല്ലെങ്കിൽ വർക്ക് ഈസ് ഡൺ ഓൺ ദ ഗ്യാസ്. ഇത് രണ്ട് കേസ് വരാം. ഈ വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് കുഡ് ബി either വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് അല്ലെങ്കിൽ വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ്. അപ്പം ഈ രണ്ട് കേസ് ഇങ്ങനെ നമുക്ക് വരും.
അപ്പൊ ഈ രണ്ട് കേസിലും എന്താണ്, ടെമ്പറേച്ചർ എന്താവും, ടെമ്പറേച്ചർ വിൽ ചേഞ്ച്, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യും ഈവൻ ദോ ഹീറ്റ് ഈസ് നോട്ട് അപ്ലൈഡ്. നമുക്കറിയാം ഹീറ്റ് കൊണ്ടാണ് ബേസിക്കലി ഹീറ്റ് ട്രാൻസ്ഫറൻസ് നടക്കുന്നതിന് ടെമ്പറേച്ചറിന്റെ വ്യത്യാസം കൊണ്ടാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റ് ഒന്നും സപ്ലൈ ചെയ്യാനോ റിലീസ് ചെയ്യാനോ ഒന്നും സാധിക്കത്തില്ലെങ്കിലും ആ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ബിക്കോസ് എന്താണ്, ടെമ്പറേച്ചർ അവിടെ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് അവിടെ ഈ കേസിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ഫസ്റ്റ് വീഡിയോസിൽ കണ്ട പോലെ തന്നെ ഇന്റേണൽ എനർജി കുഡ് ബി എയ്തർ ചേഞ്ച് ബൈ വർക്ക് ഓർ ഹീറ്റ് ട്രാൻസ്ഫറൻസിലൂടെ, ഈ രണ്ട് കേസിലൂടെ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യിക്കാമെന്ന് നമ്മൾ കണ്ടിരുന്നു. സോ ഇവിടെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിന്റെ കാരണം വർക്ക് ചെയ്യുന്നുണ്ട്, ഒന്നുമില്ല സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെ സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്യുന്നു. സോ അതിലൂടെ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ടെമ്പറേച്ചറിന്റെ ചേഞ്ച് വരുന്നത്. അപ്പം ഇതാണ് അഡയബാറ്റിക് പ്രോസസ്. സോ ഇൻ ദ അഡയബാറ്റിക് പ്രോസസ് ഹീറ്റ് റിലീസിങ്ങോ ഹീറ്റ് അബ്സോർപ്ഷനോ ഒന്നും സംഭവിക്കുന്നില്ല. ആൻഡ് സോ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം goes for decreasing the internal energy, and work done on the system will increase the internal energy. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം ഇനി ഒരു അഡയബാറ്റിക് പ്രോസസ് ആണ്. നമ്മളിവിടെ അഡയബാറ്റിക് പ്രോസസ് ഐഡിയൽ ഗ്യാസിന്റെ തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, സോ ഫോർ എൻ ഐഡിയൽ ഗ്യാസ്, ഒരു ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ച് ഒരു ഐഡിയൽ ഗ്യാസിൽ അതിന്റെ അഡയബാറ്റിക് പ്രോസസ്സിൽ, ഇപ്പം അഡയബാറ്റിക് പ്രോസസ് ആണ് അവിടെ സംഭവിക്കുന്നതെങ്കിൽ, ഒരു ഐഡിയൽ ഗ്യാസ് ആണ് അവിടെ അഡയബാറ്റിക് പ്രോസസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ എന്താണ് അതിന്റെ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു വോളിയം റേസ് ടു ഒരു ഗാമ. ഇതൊരു അഡയബാറ്റിക് കോൺസ്റ്റന്റ് ആണ് ഈ ഗാമ എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ്. പ്രഷർ ഇൻറ്റു വോളിയം റേസ് ടു ഗാമ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം ഇതിന്റെ പ്രൂഫ് ഒന്നും ഇപ്പം പഠിക്കേണ്ട കാര്യമില്ല. ഇത് ജസ്റ്റ് ഇതാണ് ഈ റിലേഷൻ എന്ന് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പ്രൂഫ് ഒക്കെ ഹയർ സ്റ്റഡീസിൽ മാത്രം പഠിച്ചാൽ മതിയാകും. ആൻഡ് ഇവിടെ ഗാമ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ്. ആ സ്പെസിഫിക് ഹീറ്റ്സ്, റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ and ratio of specific heat at constant pressure and constant volume. Constant volume pressure by constant volume specific heat ആണ്. അത് ഈ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് either നിങ്ങൾക്ക് മോളാർ സ്പെസിഫിക് ഹീറ്റ് എടുക്കാം, അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് പെർ യൂണിറ്റ് മാസ് എന്നുള്ള നമ്മുടെ സ്മോളസ് ആ രീതിയിലും എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഇൻ ജനറലി നമ്മൾ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ദാറ്റ് ഇസ് ഗാമ ഈസ് ratio of specific heat at constant pressure to the ratio of specific heat at constant volume. Okay, molar specific heat at constant pressure to molar specific heat at constant volume എന്ന് പറയുന്നതാണ് ഈ ഇക്വേഷന്റെ അകത്തെ ഗാമ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ഒരു ഐഡിയൽ ഗ്യാസ്, ഇപ്പൊ ഒരു ഐഡിയൽ ഗ്യാസിന്റെ പ്രഷർ P1ഉം, ഇപ്പൊ ഒരു ഐഡിയൽ ഗ്യാസിന്റെ പ്രഷർ ഇനീഷ്യൽ പ്രഷർ P1, ഇനീഷ്യൽ വോളിയം V1 ആണെന്ന് വിചാരിക്കാം. അത് ഫൈനലി ഒരു അഡയബാറ്റിക് പ്രോസസ്സ് വഴി, അതായത് സിസ്റ്റം സറൗണ്ടിങ്സിൽ നിന്നും ഇൻസുലേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ നടക്കുന്ന ഒരു പ്രോസസ്സാണ് അഡയബാറ്റിക് പ്രോസസ്സ്, അല്ലെ? അപ്പം അങ്ങനെ ഒരു പ്രോസസ്സ് വഴി, അതായത് ദാറ്റ് മീൻസ് ആ സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്തു. ബിക്കോസ് ഫൈനലി എന്താണ്, അത് പ്രഷർ P2ലേക്കും V2ലേക്കും മാറുകയാണ്. ഇങ്ങനെ അഡയബാറ്റിക്കലി ഇത് ചേഞ്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ഇപ്പം V1 ആണ് V1നെക്കാട്ടും കൂടുതലെങ്കിൽ വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ്. വർക്ക് ചെയ്യുന്നത് ഗ്യാസ് ആണ്. അപ്പം അങ്ങനെ ഗ്യാസ് വർക്ക് ചെയ്ത് എന്താണ് ഫൈനൽ ഒരു ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എൻ അഡയബാറ്റിക് പ്രോസസ്. അങ്ങനെ അഡയബാറ്റിക് പ്രോസസ് വഴി ഫൈനൽ പ്രഷർ P2ഉം ഫൈനൽ വോളിയം V2 ആണെങ്കിൽ നമ്മുടെ അഡയബാറ്റിക് ഇക്വേഷൻ അനുസരിച്ച് ഇതിനെ നമുക്ക് ഈ ഒരു റിലേഷൻ എങ്ങനെ ഇവിടെ എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനീഷ്യൽ പ്രഷർ P1, ഇനീഷ്യൽ വോളിയം V1 റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു ഫൈനൽ പ്രഷർ P2, ഫൈനൽ വോളിയം V2 പവർ ഗാമ. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇപ്പൊ P1 V1ൽ നിന്നും P2 V2 അഡയബാറ്റിക് പ്രോസസ് വഴി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാം. സോ യു സി PV പവർ ഗാമ ഇസ് എ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഇവിടെയും P ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു V ആണ്. പിയും വിയും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ഇവിടെയും ഉള്ളത്. P കൂടുമ്പോൾ V കുറയും, V കൂടുമ്പോൾ P കുറയും. അങ്ങനത്തെ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് തന്നെയാണ് ഇവിടെയും ഉള്ളത്. ആൻഡ് ഇപ്പൊ നമ്മളൊരു ഐഡിയൽ ഗ്യാസിന്റെ, അതായത് രണ്ട് അഡയബാറ്റിക്
പ്രോസസ്സ്, അതായത് നമ്മൾ ഇനി ഇവിടെ അത് രണ്ട് ഐസോതേം കണക്ട് ചെയ്യുന്ന രണ്ട് അഡിയബാറ്റിക് പ്രോസസ്സിന്റെ ഒരു PV ഡയഗ്രാം, അത് പ്രഷർ വോളിയം ഡയഗ്രാം, അല്ലെങ്കിൽ ഇതിന് ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്നും പറയും. അപ്പം ആ ഒരു പ്രഷർ വോളിയം കർവ് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ഈ Y ആക്സിസിലുള്ളത് പ്രഷറും X ആക്സിസിലുള്ളത് വോളിയവുമാണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ ഏറ്റവും വോളിയം കുറവ്, ഇങ്ങോട്ട് ചെല്ലുന്തോറും വോളിയം കൂടുതൽ. ഇവിടെ ഏറ്റവും പ്രഷർ കുറവ്, ഇങ്ങോട്ട് മേളിലേക്ക് ചെല്ലുന്തോറും പ്രഷർ കൂടുതൽ. അങ്ങനെയാണല്ലോ നമ്മുടെ സാധാരണ X ആക്സിസും Y ആക്സിസും പറയുന്ന പോലെ തന്നെ. ഓക്കെ, അപ്പം ഇതിന്റെ അകത്ത് ഈ PV കർവിന്റെ അകത്ത്, ഇത് PV കർവിന് എങ്ങനെ അവരുടെ പ്രഷറും വോളിയവും എങ്ങനെയാ മാറുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം അഡിയബാറ്റിക് പ്രോസസ്സും അതുപോലെ തന്നെ ഒരു ഐഡിയൽ ഗ്യാസിന്റെ അഡിയബാറ്റിക് പ്രോസസ്സും അതുപോലെ തന്നെ ഐസോതെർമൽ പ്രോസസ്സും, അതായത് ഇതിൻ്റെ അകത്ത് 4 കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ഒന്ന് ഐസോതെർമൽ എക്സ്പാൻഷൻ, പിന്നെ ഐസോതെർമൽ കംപ്രഷൻ, ഓക്കെ, ദെൻ ഐസോതെർമൽ കംപ്രഷൻ, പിന്നെ then adiabatic expansion and adiabatic compression. ഇങ്ങനെ 4 പ്രോസസ്സാണ് adiabatic compression. ഓക്കെ, കംപ്രഷൻ ആണ് ഇത്, കംപ്രഷൻ. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ 4 പ്രോസസ്സാണ്. ഇത് എക്സ്പ്രഷൻ, ഓക്കെ, സോറി, എക്സ്പാൻഷൻ. ഓക്കെ, അപ്പോ അങ്ങനെ 4 പ്രോസസ്സുകളാണ് ഈ ഒരു PV ഡയഗ്രത്തിലൂടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എപ്പോഴും എക്സ്പാൻഷൻ എന്ന് പറയുമ്പം ഇത്രയേ ഉള്ളൂ കാര്യം. പൂർണ്ണമായിട്ടും എഴുതാം. എക്സ്പാൻഷൻ മീൻസ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, മനസ്സിലായോ? അത് ഇനീഷ്യൽ സ്റ്റേജിൽ നിന്നും ഫൈനൽ സ്റ്റേജിലേക്ക് പോകുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്നെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ ബേസിക്കലി എക്സ്പാൻഷൻ എന്ന് പറയുക. ഇനി കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവം ഏതെങ്കിലും ഒരു ഗ്യാസ് അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് ഇനീഷ്യൽ പ്രോസസ്സ് കഴിഞ്ഞ് ഫൈനൽ പ്രോസസ്സിലേക്ക് എത്തുമ്പോൾ അതിന്റെ വോളിയത്തിന് ഡിക്രീസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ പറയുന്ന പേരാണ് ആ പ്രോസസ്സ് കംപ്രഷൻ എന്നാണ് പറയുക. ഐസോതെർമൽ മീൻസ് അവിടെ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ഐസോതെർമൽ ആണെങ്കിൽ ടെമ്പറേച്ചർ ആയിരിക്കും അവിടെ കോൺസ്റ്റന്റ്. അഡിയബാറ്റിക് എന്ന് പറയുമ്പോൾ അവിടെ ഹീറ്റ് ട്രാൻസ്ഫറൻസ് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം ഇവിടെ എല്ലാം ബേസിക്കലി വരുന്ന റിലേഷൻ Pയും Vയും ഇൻവേഴ്സ്ലി ആണ് പ്രപ്പോർഷണൽ. പക്ഷെ ഇനി നമുക്ക് ഈ ഗ്രാഫിൽ നിന്നും മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും അഡിയബാറ്റിക് കർവ് എടുക്കുകയാണെങ്കിൽ അഡിയബാറ്റിക് കർവ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്റ്റീപ്പ് ആയിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ ഇൻവോൾവ്മെന്റ് ഉള്ളത് കൊണ്ടാണ് അത് കുറച്ചും കൂടി സ്റ്റീപ്പ് ആയിട്ടുള്ള കർവ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് ഐസോതെർമൽ കാര്യം കുറച്ചും കൂടി സ്റ്റീപ്പ് ആവും. അപ്പം ഈ പ്രഷർ വോളിയം റിലേഷൻഷിപ്പ് അങ്ങനെ പോകും, കുറച്ച് ടെമ്പറേച്ചർ ഇൻവോൾവ്മെന്റ് അവിടെ ഉള്ളതുകൊണ്ട്. സോ ഫസ്റ്റ് നമുക്കൊരു ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഈ ഗ്രാഫ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. അപ്പൊ എല്ലായിടത്തും പ്രഷർ കൂടുവാണെങ്കിൽ വോളിയം കുറയും. സോ ഫസ്റ്റ് വി ആർ കൺസിഡറിങ് ഐസോതെർമൽ എക്സ്പാൻഷൻ. അപ്പൊ എക്സ്പാൻഷൻ മീൻസ് വോളിയം കൂടണം. ദാറ്റ് മീൻസ് ഇപ്പൊ ഇവിടെ ആണെങ്കിൽ സംഭവം ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കണം. ബിക്കോസ് ഇവിടുത്തെ കറസ്പോണ്ടിങ് വോളിയം ഇത്രയല്ലേ. വോളിയം കൂടുക എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഇതിന്റെ ഫൈനൽ പോയിന്റ് പോകണം. ആൻഡ് വോളിയം കൂടുമ്പോൾ നമുക്കറിയാം ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്, പ്രഷർ കുറയണം. അപ്പൊ ദാറ്റ് മീൻസ് ഇപ്പൊ ഇങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ആൻ ഐസോതെർമൽ എക്സ്പാൻഷൻ. ഇതിന് ഞാനിപ്പോ ഇഫ് ദിസ് ഇസ് ആൻ ഐസോതെർമൽ, ഇതാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് വിചാരിക്കുക ഈ കർവ്. ഓക്കെ, അപ്പം ഈ സമയത്ത് എന്താണ് സംഭവിക്കുക? വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, വോളിയത്തിന് ഇൻക്രീസ് വരുന്നു, പ്രഷർ കുറയുന്നു. ഓക്കെ, പ്രഷർ കുറയുന്നു, വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഈ പ്രോസസ്സിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യാണ്. ഓക്കെ, ആൻഡ് ടെമ്പറേച്ചർ റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ഇനി ഇവിടെ നിന്ന് നടക്കാൻ പോകുന്നത് ഹീറ്റ് അബ്സോർബ് ചെയ്തല്ലോ. അപ്പം ഹീറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി ആ കിട്ടിയ ഹീറ്റ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. അടുത്തത് നടക്കുന്ന ഒരു അഡിയബാറ്റിക് എക്സ്പാൻഷൻ ആണെങ്കിൽ അഡിയബാറ്റിക് സംഭവങ്ങളെല്ലാം കുറച്ചും കൂടി സ്റ്റീപ്പായിട്ടേ വരയ്ക്കാം. നല്ല കുത്തനെയുള്ള കേർവ്സ് വരയ്ക്കണം. ഓക്കെ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ എപ്പോഴും വരയ്ക്കും. അപ്പൊ ഇവിടെയും ബേസിക്കലി എന്താണ്, അഡിയബാറ്റിക് എക്സ്പാൻഷനിലും വോളിയം എക്സ്പാൻഷൻ ആയതുകൊണ്ട് വോളിയം കൂടുന്നു, അപ്പൊ പ്രഷർ കുറയണം. ആൻഡ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ മീൻസ് വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ്. വർക്ക് ചെയ്യുന്നത് ഗ്യാസ് ആണ്. അപ്പം ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ടെമ്പറേച്ചർ
ഡിക്രീസ് ചെയ്യും. കാര്യം വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ്. ഈ പ്രോസസ്സിൽ ടെമ്പറേച്ചർ ഇവിടെ കുറയും. ഇനി നെക്സ്റ്റ് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇനി തിരിച്ച് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇപ്പൊ വോളിയം കൂടിയിരിക്കണം, ഈ വോളിയം കുറയണം. ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ഇപ്പൊ എത്ര ടെമ്പറേച്ചർ ആണോ കുറഞ്ഞിരിക്കുന്നത് അവിടെ തന്നെ നിൽക്കട്ടെ. എന്നിട്ട് ഹീറ്റ് എടുത്തുകൊണ്ട് അതിന്റെ വോളിയം, അത് ഹീറ്റ് റിലീസ് ചെയ്തുകൊണ്ട്, ഇപ്പൊ ഇവിടെ അബ്സോർബ് ചെയ്ത് കുറെ ഹീറ്റ് ഉണ്ടല്ലോ, അപ്പം ആ ഹീറ്റിനെ റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പം ഒരു ഐസോതെർമൽ കംപ്രഷൻ നടക്കുകയെന്ന് വിചാരിക്കുക. അത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിക്കൊണ്ട് തന്നെ ഒരു വോളിയം കുറയുകയാണ്. അപ്പം ഐസോതേമാണ് നടക്കാൻ പോകുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഐസോതേം ആയതുകൊണ്ട് തന്നെ സ്റ്റീപ്പായിട്ട് വരയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് കൂടുതലായിട്ട് കാണിച്ചാൽ മതി. ഓക്കെ, സോ ദിസ് ഇസ് ഐസോതെർമൽ കംപ്രഷൻ ആണ് നടന്നത്. അപ്പൊ കംപ്രഷൻ മീൻസ് വോളിയം കുറയുന്നു, അപ്പൊ പ്രഷർ കൂടുന്നു. മനസ്സിലായി? ഇത് പ്രഷർ ഇവിടുത്തെ പ്രഷറിനെക്കാട്ടിയും ഈ പോയിന്റിലെ പ്രഷർ കൂടുതലായിരിക്കും. അപ്പം ഇൻ ദിസ് കേസ് എന്താണ്, ആ അബ്സോർബ് ചെയ്ത ഹീറ്റ് അവിടെ റിലീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഐസോതെർമൽ ഇതെന്ന് പറയുന്ന ഐസോതെർമൽ കംപ്രഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഹിയർ യു ഹാവ് ദ ഐസോതെർമൽ കംപ്രഷൻ. ഇവിടെ ഈ കർവിൽ നടക്കുന്ന കാര്യമാണെന്ത്, അഡിയബാറ്റിക് എക്സ്പാൻഷൻ. അഡിയബാറ്റിക് എക്സ്പാൻഷൻ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു, ഹിയർ വാട്ട് ഹാപ്പൻസ്, ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു കേസിൽ അത് ഇവിടെ ഹീറ്റ് അബ്സോർബ്ഡ് ആണ്. ഇവിടെ ഹീറ്റ് ഒന്നും ചെയ്യുന്നില്ല, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു. ഈ പ്രോസസ്സിൽ വരുമ്പോൾ എന്ത് ചെയ്യും, ഹീറ്റ് ഇപ്പോൾ ഇവിടെ റിലീസ് ചെയ്യും. ഓക്കെ, ബിക്കോസ് ഐസോതെർമൽ കംപ്രഷൻ ആണ് അവിടെ നടക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ ഹീറ്റ് റിലീസ് ചെയ്യും. നെക്സ്റ്റ്, ഇനി ഇത് തിരിച്ചതിന്റെ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ നമുക്ക് ഇവിടെ എന്ത് പറ്റും, ഇവിടെ ഇത് അഡിയബാറ്റിക് കംപ്രഷൻ വഴി അത് അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് പോവാന്ന് വിചാരിക്കുക. അഡിയബാറ്റിക് കംപ്രഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. അഡിയബാറ്റിക് കേഴ്സ് ഒക്കെ സ്റ്റീപ്പായിട്ട് വരയ്ക്കുക, കുത്തനെ വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ വോളിയം വീണ്ടും കുറഞ്ഞു, അപ്പൊ പ്രഷർ കൂടി. അഡിയബാറ്റിക് കംപ്രഷൻ. അപ്പം കംപ്രഷനിലെ വർക്ക് ഈസ് ഡൺ ഓൺ ദ ഗ്യാസ്. അപ്പൊ ഇവിടെ വീണ്ടും ഇറ്റ് ഇൻക്രീസസ് ദ ടെമ്പറേച്ചർ. അപ്പം ഇതെന്ന് പറയുന്നത്, ഇത് ജസ്റ്റ് ഒരു PV ഡയഗ്രാം കാണിച്ചിരിക്കുകയാണ്. രണ്ട് അഡിയബാറ്റിക് പ്രോസസ്സും രണ്ട് ഐസോതെർമൽ പ്രോസസ്സും ഉള്ള ഒരു PV ഡയഗ്രാം ജസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റിൽ കാണിച്ചെന്നുള്ളൂ. ഈ PV ഡയഗ്രത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ കാർനോട്ട് എന്തിനൊക്കെ പഠിക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് ഇത് മനസ്സിലാവും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, ആ ടെക്സ്റ്റിൽ ആ പടമുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. സോ കാർനോട്ട് എന്തിനൊക്കെ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പൊ കുറെ കൂടി കാര്യങ്ങൾക്ക് വ്യക്തതയും വരും. ഓക്കെ, ഇത് സിസ്റ്റം എന്താണ്, അതിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് അത് ഫൈനൽ സ്റ്റേറ്റിലേക്ക് തന്നെ കുറെ പ്രോസസ്സുകൾ കടന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ്. അത് രണ്ട് അഡിയബാറ്റിക് പ്രോസസ്സും രണ്ട് ഐസോതെർമൽ പ്രോസസ്സും വഴി സിസ്റ്റം ഇനീഷ്യൽ സ്റ്റേജിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് കൂടുതലായിട്ട് ഇനി വരാൻ പോകുന്ന സെക്ഷനുകളിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ ലാസ്റ്റ് ഐസോതെർമൽ പ്രോസസ്സിൽ ചെയ്ത പോലെ തന്നെ വർക്ക് ഡൺ ഇൻ ആൻ അഡിയബാറ്റിക് പ്രോസസ് ഫോർ ആൻ ഐഡിയൽ ഗ്യാസ്. ഓക്കെ, നമ്മളുടെ ഐസോതെർമൽ പ്രോസസ്സിന് പോലെ തന്നെ ഇവിടെ ഐഡിയൽ ഗ്യാസിന്റെ ഒരു അഡിയബാറ്റിക് പ്രോസസ്സിൽ എത്രമാത്രം ആ വർക്ക് ഡൺ ബൈ ഐഡിയൽ ഗ്യാസ് എന്നുള്ളത്, വർക്ക് ഡൺ ഇൻ ദ പ്രോസസ് എന്നുള്ളത് കാണാൻ പോവാണ്. ഓക്കെ, സപ്പോസ് ഇപ്പൊ ഒരു ഐഡിയൽ ഗ്യാസിന്റെ ഇനീഷ്യൽ പ്രഷർ P1, ഇനീഷ്യൽ വോളിയം V1, ഇനീഷ്യൽ ടെമ്പറേച്ചർ T1 ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഫൈനലി ഈ അഡിയബാറ്റിക് പ്രോസസ്സിന് ശേഷം, അത് ഹീറ്റ് ഒന്നും റിലീസ് ചെയ്യോ അബ്സോർവ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അങ്ങനെ ഒരു പ്രോസസ്സിൽ അതിന്റെ മൈക്രോസ്കോപ്പിക് വേരിയബിൾസ് ചേഞ്ച് ആവുന്ന ആ ഒരു പ്രോസസ്സ്, അതിന്റെ ഫൈനൽ അതിന്റെ പ്രഷർ, സിസ്റ്റത്തിന്റെ പ്രഷർ P2, ഫൈനൽ അതിന്റെ സിസ്റ്റത്തിന്റെ വോളിയം V2, അതിന്റെ ടെമ്പറേച്ചർ T2 എന്നാണെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണ് എന്നിരിക്കട്ടെ. അപ്പൊ നമുക്കറിയാം ഇപ്പോ നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് വർക്ക് ഡൺ ഇസ് ഗിവൺ ബൈ ദ ഫോർമുല P × dV. ഓക്കെ, ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രഷറിൽ അതിന്റെ വോളിയം ചേഞ്ച് dV ആണെങ്കിൽ, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഐസോതെർമൽ പ്രോസസ്സ് പറഞ്ഞ പോലെ തന്നെ ΔW = P/dV. അപ്പൊ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കാണണം. ടോട്ടൽ വർക്ക് ഡൺ ജസ്റ്റ് ലൈക്ക് ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ചിന്തിച്ചാൽ മതി. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ വർക്ക് ഡണ്ണിനെ W എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ
ഈ വർക്കിന് ഇപ്പൊ ഇതൊരു ഈ ഡി വി എന്ന് പറയുന്ന ഒരു ചെറിയ വോളിയം ചേഞ്ചിൽ ഉണ്ടാവുന്ന വർക്കാണല്ലോ ഈ ഡെൽറ്റ ഡബ്ല്യു. സോ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്ന ദാറ്റ് ഈസ് ഡെൽറ്റ ഡബ്ല്യു ഒരു വളരെ ചെറുതെ ഒരു വർക്കാണ്. ദാറ്റ് ഈസ് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഡി വി. സോ നമുക്ക് അതിന്റെ അകത്ത് ഈ ഡബ്ല്യു എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് ഇന്റഗ്രൽ ഓഫ് ഡി ഡബ്ല്യു വിൽ ഗിവ് യു ഡബ്ല്യു. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു പി ഡി ബി. അപ്പൊ സിസ്റ്റത്തിന്റെ മൊത്തം ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം വോളിയം 1 ടു വോളിയം 2. ഇങ്ങനെയാണ് മൊത്തത്തിൽ അതിന്റെ എന്താണ് ഫൈനൽ ഇനീഷ്യൽ വോളിയം V1 ഉം ഫൈനൽ വോളിയം V2 ആണ്. അപ്പൊ നമുക്കറിയാം ഈ P എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ത്രൂ ഇക്വേഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ Pക്ക് പകരം ഈ റിലേഷൻ നമുക്ക് അവിടെ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പൊ അതൊക്കെ ആവും. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ട പോലെ തന്നെ ചിന്തിച്ചാൽ മതി. അപ്പൊ Pയെ നമുക്ക് പുറത്തെടുക്കാം. സോ P ഇൻറ്റു ഇന്റഗ്രൽ V1 ടു V2 dv ഇങ്ങനെ നമുക്ക് എഴുതാമല്ലോ. സോ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാം, ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു അഡേബാറ്റിക് പ്രോസസ് ആണ്. അപ്പൊ P1 V1 പവർ ഗാമ ഇസ് ഈക്വൽ ടു അതിന്റെ ഫൈനൽ പ്രഷറും ഫൈനൽ വോളിയം എന്ന് പറയുന്നത് P2 V2 പവർ ഗാമ. ഓക്കെ, ആൻഡ് P1 V1 പവർ ഗാമ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഈ കേസിൽ വരുമ്പോൾ P1 V1 പവർ ഗാമ വിൽ ബി ഈക്വൽ ടു μRT1. കാര്യം ഇവിടെ PV1 in general, for the adiabatic process, PV power gamma is the constant. So P1 V1 power gamma എന്ന് പറയുന്നത് ഇവിടെ μRT1 ആയിരിക്കും. അതുപോലെ P2 V2 power gamma എന്ന് പറയുന്നതായിരിക്കും μRT2. ഓക്കെ, ഇതിങ്ങനെ ആയിരിക്കും. That means ഇപ്പം നമ്മുടെ V1 എന്ന് പറയുന്നത് V2 ആവുമ്പോൾ കറസ്പോണ്ടിംഗ്ലി V1-ലുള്ള പ്രഷർ എന്ന് പറയുന്നതാണ് P1. അപ്പം ഇത് V1 V2 ആകുമ്പം കറസ്പോണ്ടിംഗ്ലി പ്രഷർ V2-ലുള്ള പ്രഷർ എന്ന് പറയുന്നത് P2 ആയിരിക്കും. അതുപോലെ തന്നെ ഈ V1-ഉം P1-ഉം സിസ്റ്റത്തിന്റെ മൈക്രോസ്കോപ്പിക് വേരിയബിൾസ് ആയിട്ടുള്ള പ്രഷറും വോളിയം P1-ഉം V1-ഉം ആണെങ്കിൽ ആ സമയത്തുള്ള ടെമ്പറേച്ചർ T1 ആണെന്ന് വിചാരിക്കാം. ഇൻ ദാറ്റ് കേസ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോഴുള്ള ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതിന്റെ T2 ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ ആയിരിക്കും ഇതിന്റെ റിലേഷൻഷിപ്പ്. ദാറ്റ് മീൻസ് നമ്മളുടെ സിസ്റ്റത്തെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ P1 V1 പവർ ഗാമ ഇസ് ഈക്വൽ ടു μR ഇൻറ്റു ദിസ് PV പവർ ഗാമ ഇസ് μRT. സോ ആ T എന്ന് പറയുന്നത് ഇത് 1, ഇവിടെയും 1 ഇവിടെയും 1 ആണെങ്കിൽ ഇവിടെയും 1. ആ സമയത്തുള്ള ഇനീഷ്യലി ഇത് ഫസ്റ്റ് പ്രോസസ്സിലുള്ള ആ പ്രഷറിന്റെയും വോളിയത്തിന്റെയും ടെമ്പറേച്ചറിന്റെയും വാല്യൂ. അങ്ങനെയാണ് ഈ റിലേഷൻ അറിഞ്ഞിരിക്കാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. സോ ഇതെന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ലിമിറ്റ്സ് ഇടുമ്പോൾ നമ്മളിവിടെ V1 ടു V2 എന്നാണ് ഇവിടെ ലിമിറ്റ് ഇട്ടിരിക്കുമല്ലേ. ഓക്കെ, അപ്പം T വാല്യൂ എന്ന് പറയുന്നത് നമ്മൾക്കിവിടെ നമ്മളിപ്പം ലാസ്റ്റ് വീഡിയോകളിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. സോ നമ്മുടെ ലാസ്റ്റ് ഐസോതെർമൽ പ്രോസസ്സിന് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ Pക്ക് നമ്മൾ വാല്യൂ കൊടുത്തു. ഓക്കെ, P എന്ന് പറയുന്നത് ഐസോതെർമൽ ഓക്കെ നമ്മുടെ ഐസോതെർമൽ പ്രോസസ്സിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്തപ്പോൾ PV is equal to μRT എന്നായിരുന്നു അവിടുത്തെ റിലേഷൻ. അപ്പൊ നമ്മൾ ഇതുപോലെ P ഇൻറ്റു ഇന്റഗ്രൽ DV ഇട്ടിട്ട് ഈ ഇങ്ങനെ ഇന്റഗ്രൽ DV ഇട്ടിട്ട് ഈ Pക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു μRT പിന്നെ ഇന്റഗ്രൽ DV ബൈ V ഇങ്ങനെയാണ് കൊടുത്തത്. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ ഈ Pക്ക് അതുപോലെ നമ്മൾ ഇവിടെ ചെയ്യുന്നില്ല എന്നാണ് പറയാൻ വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ അതുപോലെ ചെയ്യുന്നില്ല ബിക്കോസ് we have PV power gamma is equal to μRT എന്നാണ്. അപ്പോൾ നമുക്കിപ്പോ Pക്ക് ഇവിടെ വാല്യൂ ഇടുക എന്ന് പറഞ്ഞാൽ μRT ബൈ V എന്ന് ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്കറിയാം V ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, അതുപോലെ തന്നെ Tയും ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഓക്കെ, Tയും ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് ഹിയർ. അതുകൊണ്ട് തന്നെ അത് സ്പെസിഫൈ ചെയ്യാൻ, അതായത് ഈ T നമ്മളിവിടെ ഇന്റഗ്രലിന്റെ ലിമിറ്റിന്റെ അകത്ത് T വരാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് Pക്ക് അതിന്റെ Tയോടുള്ള റിലേഷൻ കാണിക്കാതെ നമ്മൾ വി ആർ ഗോയിങ് ടു ടെൽ ഇറ്റ് ലൈക്ക് കോൺസ്റ്റന്റ് ഇൻറ്റു DV ബൈ
വി പവർ ഗാമ എന്ന് കൊടുക്കും. ബിക്കോസ് ഇല്ലെങ്കിൽ നമുക്ക് ലിമിറ്റ് ഇടുമ്പോൾ അവിടെ ബുദ്ധിമുട്ട് വരും. അത് നമ്മൾ ഫൈനലി എഴുതി കഴിയുമ്പോൾ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, ഫൈനലി എഴുതി കഴിയുമ്പോൾ കാര്യം മനസ്സിലാവും. ഓക്കെ, സോ നമ്മുടെ റിലേഷൻ നമുക്ക് ഇപ്പൊ ഇങ്ങനെയായിരുന്നു. ഞാൻ ഇവിടെ എഴുതാം v1 to v2 dv എന്നുള്ളതായിരുന്നു, ഇതായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ പി വി ഇൻ ജനറൽ ആണെങ്കിൽ പി വി പവർ ഗാമ ഇസ് ഇക്വൽ ടു മ്യൂ ആർ ടി എന്നാണ്. സോ നമ്മുടെ പിക്ക് പി ഇസ് ഇക്വൽ ടു മ്യൂ ആർ ടി ബൈ വി പവർ ഗാമ. സോ ഇപ്പം ഇവിടെ P1 ആണെങ്കിൽ ദിസ് വിൽ ലുക്ക് ലൈക്ക് പി മ്യൂ ആർ ടി വൺ ബൈ വി വൺ പവർ ഗാമ എന്ന് വരും. ഇനി P2 ആണെങ്കിൽ ദിസ് വിൽ ബി ലൈക്ക് മ്യൂ ആർ ടി ടു ബൈ വി ടു പവർ ഗാമ. അതുകൊണ്ട് ടിയുടെയും കൂടെ റിലേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മ്യൂ ആർ ടി എന്നുള്ള സാധനത്തിനെ കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് വി ആർ ഗോണ ടേക്ക് ഇറ്റ് ലൈക്ക് P is equal to mu RT by mu RT by gamma എന്നുള്ളതിനെ നമ്മൾ മ്യൂ ആർ ടി എന്ന് പറഞ്ഞ എൻ്റെ ടേമിനെ കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ട് ബൈ വി പവർ ഗാമ എന്ന് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, മനസ്സിലായാലും കുഴപ്പമില്ല, അടുത്ത സ്റ്റെപ്പുകൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. സോ ദാറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു ഇന്റഗ്രൽ ഡി വി ബൈ ഈ പിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, കോൺസ്റ്റന്റ് ബൈ വി പവർ ഗാമ. കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് നമ്മൾ കോൺസ്റ്റന്റിനെ പുറത്തെടുത്തിട്ട് വി പവർ ഗാമ ഫ്രം v1 to v2 എന്ന് കൊടുക്കുന്നത്. ഓക്കെ, സോ ദിസ് കോൺസ്റ്റന്റ് ഇൻറ്റു ദാറ്റ് കോൺസ്റ്റന്റ് മ്യൂ ആർ ടി ആണ്. ഓക്കെ, ഇൻറ്റു ഇന്റഗ്രൽ ഈ വി പവർ ഗാമയെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ അതിന്റെ പവർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വി പവർ മൈനസ് ഗാമ ഡി വി എന്നാവും ഫ്രം v1 to v2. ഇപ്പൊ സാധാരണ നമ്മള് ഇപ്പൊ നമുക്ക് ഇന്റഗ്രൽ എക്സ് പവർ എൻ ഡി എക്സ് ആണെങ്കിൽ അതിന്റെ ഇന്റഗ്രലിന്റെ വാല്യൂസ് എക്സ് പവർ എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇതിനെ എഴുതാം കോൺസ്റ്റന്റ് ഇൻറ്റു എന്താണ് വി പവർ മൈനസ് ഗാമ പ്ലസ് വൺ ബൈ മൈനസ് ഗാമ പ്ലസ് വൺ ഇൻറ്റു ഫ്രം ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുക്കാം. അപ്പൊ ഇത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് എനിക്ക് ഇതിന് ഇങ്ങനെ എഴുതാമല്ലോ, ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ മൈനസ് ഗാമ പ്ലസ് വണ്ണിനെ വൺ മൈനസ് ഗാമ എന്ന് എഴുതാം. അതുപോലെ തന്നെ ഈ വി പവർ മൈനസ് ഗാമ പ്ലസ് വണ്ണിനെ നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ ഇഫ് യു പുട്ട് ഇറ്റ് ടു ദ ഡിനോമിനേറ്റർ ഇറ്റ് വിൽ ബി ലൈക്ക് വൺ ബൈ വി പവറിനെ നെഗേറ്റ് ചെയ്താൽ മതി, വൺ ഗാമ മൈനസ് വൺ എന്ന് വരും ഇൻ ദ റേഞ്ച് v1 to v2. അപ്പൊ നമ്മൾ ഈ റേഞ്ച് കൊടുക്കണം. സോ കോൺസ്റ്റന്റ് ബൈ വൺ മൈനസ് ഗാമ ഇൻറ്റു ഫസ്റ്റ് v2 കൊടുക്കാം. സോ വൺ ബൈ v2 പവർ ഗാമ മൈനസ് വൺ മൈനസ് വൺ ബൈ v1 പവർ ഗാമ മൈനസ് വൺ. ഈ ഇക്വേഷൻ ഇങ്ങനെ. ഈ കോൺസ്റ്റന്റ്സിനെ ഞാൻ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, കോൺസ്റ്റന്റിനെ ഞാൻ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. സോ ദാറ്റ് മീൻസ് വൺ ബൈ വൺ മൈനസ് ഗാമ ഇൻറ്റു കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ v2 പവർ ഗാമ മൈനസ് വൺ മൈനസ് കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ v1 പവർ ഗാമ മൈനസ് വൺ. ഇനിയാണ് ഞാൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കാര്യം എന്തായിരുന്നു, നമ്മുടെ കോൺസ്റ്റന്റ് എന്തായിരുന്നു, we have taken mu RT as the constant. P is equal to mu RT by V power gamma. V power gamma നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ട് mu RT കോൺസ്റ്റന്റ് ആയിട്ടാണ് എടുത്തത്. ഇനിയാണ് ഞാൻ കോൺസ്റ്റന്റ്. സോ അവർ കോൺസ്റ്റന്റ് ഈസ് mu RT. അപ്പം V2 ഉണ്ടാവുന്ന ടെമ്പറേച്ചറിന്റെ വാല്യൂ എന്ന് പറയുന്നത് അറ്റ് വോളിയം V2 ആണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ T2 ആയിരിക്കും. വോളിയം V1 ആണെങ്കിൽ ടെമ്പറേച്ചറിന്റെ വാല്യൂ T1 ആയിരിക്കും. അപ്പൊ അതനുസരിച്ചാണ് ഇവിടെ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ഇൻറ്റു 1 by 1 minus gamma into, so V2 ആണ് ആദ്യത്തെ വരുന്നത്. സോ mu r T2 by V2 പവർ ഗാമ മൈനസ് 1 മൈനസ് ഇവിടെ V1 ആണുള്ളത്, അതുകൊണ്ട് കോൺസ്റ്റന്റ് വിൽ ബി mu r ആ ടെമ്പറേച്ചർ T1 by V1 പവർ ഗാമ മൈനസ് 1. ഓക്കെ, ഇനി എനിക്ക് mu r രണ്ടിടത്തും കോമൺ ആണല്ലോ, അതുകൊണ്ട് ഞാൻ അതിനെ പുറത്തേക്ക് എടുക്കുന്നു. സോ mu r by 1 minus gamma into T2 by V2 power gamma minus 1 minus T1 by V1 power gamma minus 1. Okay.
ഇനി ഇത് ഇവിടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ സൈഡിലേക്ക് എഴുതാം. ഓക്കെ ഓക്കെ. സോ നമ്മൾക്കറിയാവുന്ന പോലെ നമ്മുടെ അഡിയബാറ്റിക് പ്രോസസ് ആണെങ്കിൽ നമ്മുടെ അഡിയബാറ്റിക് പ്രോസസ്സിലെ നമ്മുടെ ഇക്വേഷൻ എന്താണെന്നാണ് നമ്മൾ ആദ്യം കണ്ടു. ദാറ്റ് ഇസ് P2 V2 പവർ ഗാമ എന്ന് പറയുന്നതാണ് μr P2. സോ ഇതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് P2നെ എങ്ങനെ എഴുതാൻ സാധിക്കും? μr P2 ബൈ V2 പവർ ഗാമ എന്ന് എഴുതാൻ പറ്റും. ഇതാണ് എൻ്റെ P2. അതുപോലെ തന്നെ നമ്മുടെ P1 V1 പവർ ഗാമ എന്ന് പറയുന്നത് μr T1. സോ അതിൻ്റെ അകത്ത് എനിക്ക് P1നെ എങ്ങനെ എഴുതാൻ പറ്റും? μr T1 ബൈ V1 പവർ ഗാമ. ഓക്കെ, തന്നെ എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ. അപ്പൊ നോക്കുക, ഈ ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ്. സി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ലൈക്ക് എന്നാൽ ഇതിനെ നമ്മൾ പുറത്തേക്ക് എടുക്കണ്ട. ഇതിനെ പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോൾ അത്ര കുറച്ചും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സി, ഈ പുറത്തേക്ക് എടുക്കുന്ന സ്റ്റെപ്പ് ഞാൻ എഴുതുന്നില്ല. നിങ്ങൾക്ക് ഈ ബ്രാക്കറ്റ് നോക്കാം, μr T2 ബൈ V2 പവർ ഗാമ മൈനസ് 1 അല്ലേ? അപ്പൊ ഞാൻ ഇതിനെ പുറത്തേക്ക് എഴുതാം. അത് ഞാൻ ഇങ്ങനെ എഴുതാം, ദാറ്റ് ഇസ് 1 ബൈ 1 മൈനസ് ഗാമ ഇൻറ്റു μr T2 ബൈ ഈ V2 പവർ ഗാമ മൈനസ് 1ന് സി V2 പവർ ഗാമ മൈനസ് 1 എനിക്ക് ഇങ്ങനെ എഴുതിയാൽ കുഴപ്പമില്ല. V2 പവർ ഗാമ ഇൻറ്റു V2 പവർ മൈനസ് 1 അങ്ങനെ എഴുതിയാൽ തെറ്റില്ലല്ലോ. സോ V2 പവർ ഗാമ ഇൻറ്റു V പവർ മൈനസ് 1. സോ മൈനസ് μr T1 ബൈ V1 പവർ ഗാമ ഇൻറ്റു V1 പവർ മൈനസ് 1. എനിക്ക് ഇങ്ങനെ എഴുതാലോ. ഓക്കെ, ഞാൻ അങ്ങനെ എഴുതി. ഇനി നോക്കുക, μr T2 ബൈ V2 പവർ ഗാമ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് കണ്ടു, ദാറ്റ് ഈസ് P2. സോ അത്രയും സാധനത്തിന് എനിക്ക് P2 എന്ന് കൊടുക്കാം. P2 ബൈ V പവർ മൈനസ് 1 ഇവിടെ വന്നു. സിമിലർലി ഇതിനെ μr T1 ബൈ V1 പവർ ഗാമ എന്ന് പറയുന്നത് P1 ബൈ V1 പവർ മൈനസ് 1. ഓക്കെ, അപ്പൊ ഈ V1 പവർ മൈനസിനെ മേലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ V2 പവർ മൈനസ് 1 നമ്മൾ മേളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ V2 പവർ 1 ആവും. അതുപോലെ V1 പവർ മൈനസ് 1നെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്ന് ഇറ്റ് വിൽ ബി V1 പവർ 1. സോ അങ്ങനെ നമ്മൾ മേളിലേക്ക് കൊണ്ടുവരുമ്പോൾ യു ക്യാൻ ഹാവ് ദിസ് ഇക്വേഷൻ 1 ബൈ 1 മൈനസ് ഗാമ ഇൻറ്റു P2 V2 മൈനസ് P1 V1 എന്ന് എനിക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, I can write like this. സോ ഞാനിത് നമ്മുടെ കൂടെ എഴുതാം. സോ നമ്മുടെ ഇപ്പോഴത്തെ വർക്ക് ഡൺ നമുക്ക് കിട്ടിയത് 1 ബൈ 1 മൈനസ് ഗാമ ഇൻറ്റു P2 V2 മൈനസ് P1 V1. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഫോർ എൻ ഐഡിയൽ ഗ്യാസ്, ഇപ്പം ഇതാണ് നമ്മളുടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ അറിയാം. ഫോർ എൻ ഐഡിയൽ ഗ്യാസ് വി ഹാവ് ദിസ് ഇക്വേഷൻ ഓൾസോ, ദാറ്റ് ഇസ് PV എന്ന് പറയുന്നത് ഫോർ എൻ ഐഡിയൽ ഗ്യാസ് ഇറ്റ് ഈസ് ലെറ്റ് അസ് μr T. സോ P1 V1ലെ സമയത്തുള്ളത് μr T1 ആൻഡ് P2 V2 ആണെങ്കിൽ then it will be equal to μr T2. ഈ ഇക്വേഷൻ നമുക്കറിയാം. അപ്പൊ നമുക്ക് ഈ P2 V2ന് പകരം we can substitute μr T2. P1 V1 പകരം μr T1 നമുക്ക് substitute ചെയ്യാമല്ലോ. So work done for an ideal gas, that is 1 by 1 minus gamma into P2 V2 പകരം μr T2 minus P1 V1 പകരം μr T1. So ഇത് എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ, work done is equal to see 1 by 1 മൈനസ് ഗാമ, ഈ μrനെ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു, μr ഇൻറ്റു T2 മൈനസ് T1. ഇനി എനിക്ക് T1 മൈനസ് T2 എന്ന് എഴുതണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ മൈനസിനെ ഈ 1 മൈനസ് ഗാമയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം ഗാമ മൈനസ് 1. സോ എനിക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും, μr ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു T1 minus T2. So this is the work done in the case of an ideal gas for in an adiabatic process. Okay, ഒരു adiabatic processലെ work done എന്ന് പറയുന്നതാണ് for ideal gas ഇതാണ്. ഓക്കെ, അപ്പൊ നോക്കുക, നമുക്ക് work is done by the gas ആണെങ്കിൽ, if work is
ഡൺ ബൈ ദ ഗ്യാസ്. വർക്ക് ഗ്യാസ് ആണ് ചെയ്യുന്നത്, അതിന് വോളിയം എക്സ്പാൻഷൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ എന്താണ്, ദാറ്റ് മീൻസ് വർക്ക് ഡൺ വിൽ ബി പോസിറ്റീവ്. പോസിറ്റീവ് വർക്കാണ് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ആയിട്ട് കരുതുന്നത് എപ്പോഴും. അപ്പൊ അതിന്റെ അർത്ഥം ഈ ക്വാണ്ടിറ്റി പോസിറ്റീവ് ആവുക മീൻസ് എന്താണ്, അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡും പോസിറ്റീവ് ആകണം. മ്യൂ ആറും ഗാമയൊക്കെ കോൺസ്റ്റന്റ് ആണ്. പോസിറ്റീവ് ആവണമെങ്കിൽ T1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ T2. ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലാവും. ദാറ്റ് മീൻസ് T1 ആണ് T2-നെക്കാട്ടിയും കൂടുതൽ. അതായത് ഫൈനലി എന്ത് ചെയ്യണം, ഫൈനൽ ടെമ്പറേച്ചർ കുറവാണ്. ദാറ്റ് മീൻസ് ഇന്റേണൽ എനർജി അവിടെ ഡിക്രീസ് ചെയ്യും ഇഫ് വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ് അല്ലെ. ഇനി ഇഫ് വർക്ക് ഈസ് ഡൺ ഓൺ ദ ഗ്യാസ് ആണെന്ന് വിചാരിക്കുക. വർക്ക് ഈസ് ഡൺ ഓൺ ദ ഗ്യാസ്, ഇത് കംപ്രഷൻ ആണ് അവിടെ സംഭവിക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി അപ്പൊ അവിടുത്തെ വർക്ക് ഡണ്ണ് നെഗറ്റീവ് ആയിരിക്കും. വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് ആണ്, കംപ്രഷൻ ആണെങ്കിൽ വർക്ക് ഈസ് ഡൺ ഓൺ ദ ഗ്യാസ് ആവുന്ന കേസിൽ വർക്ക് ഡൺ നെഗറ്റീവ് ആണ്. LHS ഈ കേസ് ഇക്വേഷനിൽ LHS നെഗറ്റീവ് ആവുക മീൻസ് അതിൻ്റെ അകത്ത് T1 ആയിരിക്കും T2-നെക്കാട്ടും കുറവ് വരേണ്ടത്. ഓക്കെ, ദാറ്റ് മീൻസ് T2 ആണ് കൂടുതൽ. ഈ കേസിലാവുകയാണെങ്കിൽ ഇത് സംഭവിക്കുള്ളൂ. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ, ഗ്യാസിന്റെ ഫൈനൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് ഫൈനൽ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് അഡിയബാറ്റിക് പ്രോസസ്. ഇനി നമുക്ക് അടുത്ത പ്രോസസ് നോക്കാം. ദാറ്റ് ഇസ് 12.8.4 ഐസോഖോറിക് പ്രോസസ്. ഓക്കെ, ഐസോഖോറിക് പ്രോസസ്. ഇനി ഈ പ്രോസസ് എന്താന്ന് നോക്കാം. അപ്പം ഐസോഖോറിക് പ്രോസസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രോസസ്, ഐസോഖോറിക് പ്രോസസ്സിൽ ആ പ്രോസസ്സിലാണെങ്കിൽ അതിന്റെ വോളിയം ഓഫ് ദി ഗ്യാസ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും. അപ്പം വോളിയം കോൺസ്റ്റന്റ് ആവുക മീൻസ് നമുക്കറിയാം നമ്മുടെ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞിട്ട് പി ഡെൽറ്റ വി ആണ്. അപ്പം വോളിയം കോൺസ്റ്റന്റ് ആവുക മീൻസ് ഡെൽറ്റ വി എന്ന് പറയുന്നത് വോളിയം ചേഞ്ച് ഉണ്ടാവുന്നില്ല. ദാറ്റ് മീൻസ് ഡെൽറ്റ വി 0, വിച്ച് ഇംപ്ലൈസ് ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0. അതായത് no work is done on or by the gas. No work is done by the gas or on the gas. അത് വർക്ക് ഗ്യാസും ചെയ്യുന്നില്ല, ഗ്യാസിലേക്കും ചെയ്യിപ്പിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സാണ് നമ്മുടെ ഐസോഖോറിക് പ്രോസസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നോക്കാം. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു. ഇപ്പൊ ഇതിന്റെ അകത്ത് ഡെൽറ്റ ഡബ്ല്യു 0 ആയതുകൊണ്ട് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് വരും. അതായത് ഇതെന്ന് പറഞ്ഞാൽ എത്രമാത്രം ഹീറ്റ് ആ സിസ്റ്റം അബ്സോർബ് ചെയ്യുന്നുണ്ടോ അത്രമാത്രം ഹീറ്റ് അത് അതിന്റെ ഇന്റേണൽ എനർജി ആക്കി മാറ്റും. എത്രമാത്രം ഹീറ്റ് ആണോ ഗ്യാസ് അബ്സോർബ് ചെയ്യുന്നത് അത്രയും അതിന്റെ ഇന്റേണൽ എനർജി അത് ചേഞ്ച് ആവും. അത്രമാത്രം അത് അതിന്റെ ടെമ്പറേച്ചറിനും അപ്പം അത്രമാത്രം ചേഞ്ച് ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു കേസിൽ എത്രമാത്രമാണ് ടെമ്പറേച്ചറിന് ചേഞ്ച് ഉണ്ടാവുക എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ഗ്യാസിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ ഇത്രയും ഹീറ്റ് അനുസരിച്ച് എത്രമാത്രമായിരിക്കും ആ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത് ആ പർട്ടിക്കുലർ ഗ്യാസിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സോ അതാണ് നമ്മുടെ ഐസോഖോറിക് പ്രോസസ്. ഇനി ഐസോബാറിക് പ്രോസസ് ഉണ്ട്. ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് വൺ. ദാറ്റ് ഇസ് ഐസോബാറിക് പ്രോസസ്. അപ്പൊ നമുക്കറിയാം ബാർ എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് യൂണിറ്റ് ഓഫ് പ്രഷർ. അപ്പം ഈ പ്രോസസ്സിൽ ആരാണ് കോൺസ്റ്റന്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഈ ഐസോബാറിക് പ്രോസസ്സിൽ പ്രഷർ ആയിരിക്കും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. പ്രഷർ ഇസ് ദ കോൺസ്റ്റന്റ്. പ്രഷറിനെ ആയിരിക്കും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രഷറിനെയാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു പി ഡെൽറ്റ വി അല്ലെ. വർക്ക് ഡൺ ഇസ് പി ഡെൽറ്റ വി. അപ്പം ഡെൽറ്റ വി എന്ന് പറയുന്നത് ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം അല്ലേ. സോ പി ഇൻറ്റു ഇപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ഫൈനൽ വോളിയം V2 ആണ്, ഇനീഷ്യൽ വോളിയം V1 ആണെങ്കിൽ ദ വർക്ക് ഡൺ ഇസ് ഗിവൺ ബൈ പി ഡെൽറ്റ വി. ദറ്റ് ഇസ് പി ഇൻറ്റു V2 മൈനസ് V1. അതായിരിക്കും അതിന്റെ ടോട്ടൽ വർക്ക് ഡൺ. അപ്പം ആ കേസിൽ നമുക്കറിയാം നമ്മളുടെ ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് PV is equal to μRT ആണ്. ഓക്കെ, സോ നമ്മളുടെ അവിടെ പ്രഷർ ഫിക്സ്ഡ് ആണ്. അപ്പൊ പ്രഷർ ഫിക്സ് ആയപ്പോൾ ഫസ്റ്റ് ഇനീഷ്യലി അതിന്റെ വോളിയം V1 ആണെന്ന് വിചാരിക്കുക. ആ സമയത്ത് അതിന്റെ ടെമ്പറേച്ചർ അപ്പം T1. സോ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ will be PV1 is equal to μRT1.
പ്രഷർ ഫിക്സ്ഡ് ആണല്ലോ. അപ്പൊ ഫൈനലി ആ സിസ്റ്റം വോളിയം V2ലേക്ക് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ബി μr T2. T2 എന്ന് പറഞ്ഞാൽ ഫൈനൽ എയറിന്റെ ടെമ്പറേച്ചർ. അപ്പൊ ഇവിടെ P ആണ് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് വരുന്ന P ആണ്. ടിയും ഇൻഡിപെൻഡന്റ് ആണ്. നമ്മളിവിടെ വോളിയത്തിനെയാണ് ഒരു ഡിപെൻഡന്റ് വോളിയം വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ വർക്ക് ഡൺ ഈസ് ഗിവൺ ബൈ P. ഈ നമ്മളുടെ ഈ ഇക്വേഷൻ നോക്കുക, അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ PV2 മൈനസ് PV1 എന്ന് എഴുതാലോ. അപ്പൊ PV2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ μr T2, PV1 എന്ന് പറയുന്നത് μr T1. സോ നമുക്ക് ഫൈനലി വർക്ക് ഡൺ ഇൻ ഐസോബാറിക് പ്രോസസ്സിനെ μrനെ പുറത്തെടുക്കുകയാണെങ്കിൽ μr ഇൻറ്റു T2 മൈനസ് T1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ എന്താന്ന് വെച്ചാൽ ഐസോബാറിക് പ്രോസസ്, അതായത് പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുമ്പോഴും എന്താണ് നമ്മുടെ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ μr ഇൻറ്റു T2 മൈനസ് T1 ആണ് എന്ന് കിട്ടി. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ അകത്ത് മനസ്സിലായി ആ സമയത്ത് എന്താണ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ. T2 T1 ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ മീൻസ് ഇന്റേണൽ എനർജിക്ക് വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ഇപ്പൊ സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണെങ്കിൽ എന്ത് സംഭവിക്കാം, അതിന്റെ ഒരു ഭാഗം ഇന്റേണൽ എനർജി, ഒരു ഭാഗം ഹീറ്റ് എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി കൂട്ടാനും ബാക്കി ഭാഗം വർക്ക് ചെയ്യാനായിട്ടും എടുക്കും. അപ്പൊ എത്രമാത്രം ടെമ്പറേച്ചർ ചേഞ്ച് ആണ് ഉണ്ടാവുക എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ആ ഗ്യാസിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പ്രോസസ്സും കൂടി ഉണ്ട്, ദാറ്റ് ഇസ് ദ സൈക്ലിക് പ്രോസസ്. ഓക്കെ, ദാറ്റ് ഇസ് ദ സൈക്ലിക് പ്രോസസ്. അപ്പം സൈക്ലിക് പ്രോസസ്സിൽ സിസ്റ്റം അതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. ഓക്കെ, സിസ്റ്റം റിട്ടേൺസ് ടു ഇറ്റ്സ് ഇനീഷ്യൽ സ്റ്റേറ്റ്. എവിടുന്നാണോ അത് തുടങ്ങിയത് അതേപോലെ തന്നെ അത് വരും. ഇപ്പൊ നേരത്തെ ഞാനൊരു PV ഡയഗ്രാം കാണിച്ചില്ലേ, അപ്പം ആ PV ഡയഗ്രാം ഒക്കെ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് സൈക്ലിക് സ്റ്റേറ്റ്. കാര്യം ആ സിസ്റ്റം എന്ന് പറയുന്നത് അതിന്റെ ഏത് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. അപ്പൊ നമുക്കറിയാം ഇന്റേർണൽ എനർജി ദാറ്റ് ഇസ് U എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വേരിയബിൾ ആണ്. അത് ഏത് പാത്ത് എന്നുള്ളതല്ല, എപ്പോഴും ഫൈനൽ എന്താണ് ഇനീഷ്യൽ സ്റ്റേജും ഫൈനൽ സ്റ്റേജും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ആ ഒരു സിസ്റ്റം ഇനീഷ്യൽ സ്റ്റേറ്റിലേക്കാണ് തിരിച്ചു വരികയെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് 0 ആവും. സോ നമ്മുടെ ഫസ്റ്റ് ലോ അനുസരിച്ച് ഡെൽറ്റ Q is equal to delta U plus delta W ആണ്. That becomes delta Q is equal to delta W ആവും. അപ്പം എത്രമാത്രം ഹീറ്റ് ആണോ അബ്സോർബ് ചെയ്തത് അത് അത്രയും സിസ്റ്റം വർക്ക് ചെയ്യാൻ എടുക്കും. അല്ല എത്രമാത്രം ഹീറ്റ് ആണ് റിലീസ് ചെയ്യുന്നത് അത് അത്രയും വർക്ക് സിസ്റ്റത്തിലേക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നമുക്കറിയാം ഇതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഐസോതെർമൽ പ്രോസസ്സിലും കണ്ടിരുന്നത്. ഓക്കെ, പക്ഷെ ഒരിക്കലും എല്ലാ സൈക്ലിക് പ്രോസസ്സും ഐസോതെർമൽ അല്ല. ഓക്കെ, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് പറയുന്ന ടോട്ടൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി 0 ആണെന്നുള്ളതാണ്. ബിക്കോസ് ഈ പ്രോസസ്സ് നടക്കുമ്പോൾ ഇന്റേണൽ എനർജി കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം, പക്ഷെ ഫൈനലി ടോട്ടൽ ഇന്റേണൽ എനർജി ചേഞ്ച് 0 ആണെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സൈക്ലിക് പ്രോസസ് ഐസോതെർമൽ ആണെന്നും പറയാൻ പറ്റില്ല. അതുപോലെ എല്ലാ ഐസോതെർമൽ പ്രോസസ് സൈക്ലിക്കും അല്ല. കാര്യം ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവുക മീൻസ് ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യത്തില്ല എന്നുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് എല്ലാ സൈക്ലിക് പ്രോസസ്സും ഐസോതെർമൽ അല്ല, എല്ലാ ഐസോതെർമൽ പ്രോസസ്സും സൈക്ലിക്കും അല്ല. അതിന്റെ വ്യത്യാസം അറിഞ്ഞിരിക്കുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. താങ്ക് യു.